ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇന്നത്തെ നമ്മുടെ ധ്യാനം മൽക്കോസിനെ കുറിച്ചാണ്. മൽക്കോസ് പ്രധാന പുരോഹിതൻ്റെ ഭൃത്യനായിരുന്നു. അവൻ പ്രധാന പുരോഹിതൻ്റെ ചാരനായിട്ടാണ് ജോലി ചെയ്തിരുന്നത്. ഈശോയെ പിടിച്ചുകൊണ്ടുപോകാനുള്ള പട്ടാളക്കാരുടെ പരിശ്രമത്തിൽ മൽക്കോസും സംബന്ധിക്കുന്നുണ്ട്. എന്നാൽ അവിടെ വെച്ചുണ്ടായ ബഹളത്തിനിടയിൽ പത്രോസിൻ്റെ വാളിന് ഇരയായി അവൻ്റെ ചെവി നഷ്ടപ്പെടുകയാണ്. തൻ്റെ ചെവി പ്രധാന പുരോഹിതന് വേണ്ടി പണയം വെച്ചവനാണ് മൽക്കോസ്. താൻ കേൾക്കുന്നവ പ്രധാന പുരോഹിതനെ അറിയിക്കുക എന്നുള്ളതായിരുന്നു അവൻ്റെ ഉദ്യമം. എന്നാൽ അത്ഭുതകരമായ സൗഖ്യപ്പെടലിലൂടെ മൽക്കോസ് ക്രിസ്തുവിൻ്റെ അനുയായിയായിട്ട് മാറിയെന്നാണ് ചരിത്രത്തിൽ നമ്മൾ വായിക്കുക. തൻ്റെ ചെവി പിന്നീട് അവൻ ക്രിസ്തുവിന് വേണ്ടി കാഴ്ചവെക്കുന്നു. അന്നുവരെ മറ്റുള്ളവർക്ക് വേണ്ടി കാഴ്ചവെച്ചിരുന്ന അവൻ്റെ ജീവിതം ക്രിസ്തുവിന് വേണ്ടി കാഴ്ചവെക്കുന്ന ഒരു പ്രക്രിയയിലേക്ക്, മാനസാന്തരത്തിലേക്ക് മൽക്കോസ് കടന്നു വരുന്നുണ്ട്. നമ്മുടെ ജീവിതവും നമ്മുടെ നന്മകളും കഴിവുകളും ശരീരവും മനസ്സുമെല്ലാം ചിലപ്പോഴെങ്കിലുമൊക്കെ ഭൗതികമായവയ്ക്ക് വേണ്ടി നമ്മൾ പണയം വെച്ചിട്ടുണ്ടാകാം. ഈ നോമ്പുകാലം നമ്മോട് ആവശ്യപ്പെടുന്നത് ആ പണയങ്ങളെല്ലാം കർത്താവിൻ്റെ തിരുരക്തത്താൽ, തിരുശരീരത്താൽ എടുത്തുമാറ്റി ക്രിസ്തുവിന് വേണ്ടി പുനർപ്രതിഷ്ഠിക്കണമെന്നാണ്. എൻ്റെ ജീവിതവും എൻ്റെ കഴിവുകളും എൻ്റെ നന്മകളുമെല്ലാം ക്രിസ്തുവിന് വേണ്ടി ഉള്ളതാക്കി മാറ്റാൻ ഈ നോമ്പുകാലം എന്നോട് ആവശ്യപ്പെടുന്നു. ആത്മാർത്ഥമായിട്ട് നമുക്കതിനു വേണ്ടി പരിശ്രമിക്കാം. ഈശോ മിശിഹായെ, ഞങ്ങളങ്ങയെ കുമ്പിട്ട് ആരാധിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ കുരിശിനാൽ അങ്ങ് ലോകത്തെ വീണ്ടും രക്ഷിച്ചു.